കാസർഗോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രം അനിശ്ചിതത്വത്തിൽ. ഏറെ പ്രതീക്ഷകളോടെ കണ്ട സ്ഥാപനത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനം പോലും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കേന്ദ്ര സർക്കാർ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രമാണ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത്. 2019 ഫെബ്രുവരിയിൽ കരിന്തളം തോളനിയിലാണ് ആശുപത്രിക്ക് കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക് തറക്കല്ലിട്ടത്. 60 കോടി ചെലവിൽ ആശുപത്രി 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. യോഗ, നാച്ചുറോപ്പതി, ഹോമിയോ, ആയുർവേദം, യുനാനി ചികിത്സയും ആശുപത്രിയോടനുബന്ധിച്ച് നടത്തുമെന്നും അറിയിപ്പുണ്ടായിരുന്നു. ഇതിനായി തോളനിയിൽ 15 ഏക്കർ സ്ഥലം 30 വർഷത്തേക്ക് പാട്ട വ്യവസ്ഥയിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു. അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഈ ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ശ്രീപദ് നായക് അദ്ദേഹമാണ് ഇവിടെ വന്ന് വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തി. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്ന് വലിയ തരത്തിലുള്ള ആഘോഷമായിട്ടാണ് ആ തറക്കല്ലിൻ്റെ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. പക്ഷെ വർഷം എത്ര കഴിഞ്ഞിട്ടും വീണ്ടും അതേ ശ്രീപദ് നായക് തന്നെ ഈ ആശുപത്രി വിഭാഗത്തിൻ്റെ തലവനായി മന്ത്രിയായി വന്നുവെങ്കിലും നാളിതുവരെയായും അതിന്മേലിൽ യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. ജില്ലയിലെ ജനപ്രതിനിധികൾ ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുകയും MP രാജ്മോഹൻ ഉണ്ണിത്താൻ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡിന്റെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തും മന്ത്രിക്ക് നേരിട്ടും നിരവധിയായ നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ നീക്കാൻ പോലും താല്പര്യമില്ലാത്ത നിലയിലാണ് സർക്കാർ ഉള്ളത്. ഇതിനെതിരെ ഈ പഞ്ചായത്ത് ജനങ്ങൾ വലിയ കടുത്ത അമർഷമുണ്ട്. കാരണം ഈ പ്രദേശത്തിൻ്റെയും കാസർഗോഡ് ജില്ലയുടെയും ഒക്കെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. 100 കിടക്കയുള്ള സ്ഥാപനത്തിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നാണ് തറക്കല്ലിടൽ ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ആരോഗ്യമേഖലയിൽ ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന കാസർഗോഡ് ജില്ലയ്ക്ക് ആശ്വാസമാകുന്ന പദ്ധതിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.